ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് ആൻഡ് ലൈഫ്. അപ്പോൾ നമ്മുടെ റംദാൻ സീരീസിലെ ഫസ്റ്റത്തെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാൻ പോണത് മുർത്തബക്കാണ്. അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഒരു വലിയ തക്കാളി അതും ചെറിയതാക്കിയിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള പാല്, ഇത് നമ്മൾ അളവ് കണക്കിന് എടുക്കണ്ട, നമ്മൾ കുഴച്ച് വരുമ്പോൾ കറക്റ്റ് നമ്മളുടെ ഡോ ആവണ പോലെ കുഴച്ചെടുത്താൽ മതി. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു നല്ല നീളത്തിലുള്ളത് ഒരു 4 എണ്ണം എടുത്ത് കുഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. മല്ലിയില ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ സ്പൈസ് പൗഡേഴ്സ് ആയിട്ടുള്ള മുളക് പൊടി ഞാനൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ മതി. നമ്മളുടെ പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എല്ലാത്തിനും നമ്മളുടെ മൈദപ്പൊടി കുഴയ്ക്കാനായാലും ഉപ്പ് ആവശ്യത്തിന്. ഇത് മതിയാവില്ലെങ്കിൽ നമുക്ക് വേറെ എടുത്ത് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കൊരു 3 മുട്ട. ഇത് നമ്മൾ എടുക്കുന്ന കണക്ക് നമ്മൾ ലാസ്റ്റ് നമ്മളുടെ മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് മുട്ടയുടെ കൗണ്ട് നമുക്ക് മാറ്റണം. അപ്പോൾ ഞാനൊരു ചെറിയ കണക്ക് വെച്ചിട്ട് ഞാൻ 2 എണ്ണം മസാലയിലോട്ടും 1 എണ്ണം നമ്മളുടെ മൈദയുടെ ഡോ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഞാൻ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ നമ്മൾ വിസിലടിച്ചിട്ട് മിൻസ് ചെയ്തിട്ടൊക്കെ വയ്ക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓപ്ഷണലാണ്. ഈ ചിക്കൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ കുഴയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളിഷ്ടത്തിന് കുട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ നെക്സ്റ്റ് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് പാല് നമ്മൾ ആദ്യം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൺസിസ്റ്റൻസി നോക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പാല് കൂട്ടി ഒഴിക്കാം. അപ്പോൾ നമുക്കിവിടെ ഞാൻ മാവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് പാല് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതാണ് നമ്മൾക്ക് കിട്ടേണ്ടതായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബൗളിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലോട്ട് ഇടാൻ പോവാണ്. ഒരു ബൗളിലോട്ട് വെച്ചിട്ട് ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതിനെ 1 മണിക്കൂർ ഒന്ന് മൂടി വയ്ക്കാനായിട്ട് പോവാണ്. നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കിതിനെ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ വയ്ക്കാം, നന്നായിട്ടൊന്ന് കത്തിക്കുക. ഫ്രൈ പാൻ നല്ല ചൂടാവുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യാനുസരണം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല ബ്രൗണിഷ് കളറൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഒരു ലൈറ്റ് എന്താ പറയുക, കുറച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പാകം എന്നൊക്കെ പറയില്ലേ, അത്ര മാത്രം മതി. ഓവറായിട്ട് ആ ഒരു പച്ചമണം പൂവൻ വേണ്ട, എന്നാൽ നല്ല ബ്രൗണിഷ് ആവുകയും വേണ്ട, ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ഇത് പെട്ടെന്നൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ എടുത്തതിൽ അത് വെക്കാനായിട്ട് മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കാണ്ടിരിക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അധികം നല്ല പച്ചമണമൊന്നും പോകണ്ടെന്ന് പറഞ്ഞ പോലെ ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് നമ്മൾ എത്രത്തോളം വന്നാൽ മതി. കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം വീട്ടിലുണ്ടാക്കുമ്പോൾ കൺസിസ്റ്റൻസി ടെക്സ്ചർ എന്നൊക്കെ വന്നു പോവുകയാണ്. അപ്പൊ ഈ ഒരു പരുവത്തില് ഞാൻ നേരത്തെ മറന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കണ്ടോ, ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള കണ്ടോ ഈ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ ചില്ലി ഇതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം മിക്സ് ആവുമൊന്നും വേണ്ട, അതായത് ആ ഒരു പച്ചമണം എത്തി വിട്ടാൽ മതി, അത്ര ആവശ്യം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ വിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസി പൗഡേഴ്സ് ഇടാൻ പോവാണ്. ഞാൻ ഈ ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് നേരത്തെ അളന്നത് കേട്ടോ, മെഷറിംഗ് കപ്പ് സെറ്റ് വെച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഒരു ടീസ്പൂൺ നമ്മളുടെ ചില്ലി പൗഡർ, പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്. ഇത് നമുക്ക് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല മണമൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഇതിനും ആ ഒരു നമ്മൾ പറയില്ലേ, ആ ഒരു കുത്തുമണം പോകണമെന്നൊക്കെ പറയില്ലേ, ആ ഒരു മണം പോണ വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, നമ്മളെ സവാള അധികം അങ്ങോട്ട് ഓവറായിട്ട് ഇതാവാത്തതുകൊണ്ട് ഒരു ഈ ഒരു ഇതിൽ തന്നെയാണ് നിൽക്കണുണ്ടാവും. കണ്ടോ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ഇതൊന്നും ചേർക്കൂല കേട്ടോ, സാധാരണ ചേർക്കാറില്ല. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും മസാല ഒന്ന് മാറ്റണം എന്ന് വെച്ചാൽ മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു മണമൊക്കെ വിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്പൈസ് പൗഡേഴ്സൊക്കെ നന്നായിട്ട് ആ ഒരു കുത്തുമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച അത്ര കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നില്ല, മല്ലിയിലയുടെ ഫുൾ ആ ഒരു മണം വരും. അപ്പോൾ നമ്മൾ വീട്ടിലൊന്നും മല്ലിയില വലിയ പിടുത്തില്ല, അപ്പം അത് കാരണം ഞാൻ കുറച്ച് ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ വരുന്ന പോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടാണ് കണ്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോസസ്സും കൂടി വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളുടെ മാവൊക്കെ നമുക്ക് പരത്തി അതിൻ്റെ ഉള്ളിലോട്ടാണ് നമുക്ക് മസാല വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ നമുക്കിനി ഈ ഒരു മാവിനെ 6 ബോളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. 6 ഈ ഒരു സൈസിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈമലൊക്കെ ഒട്ടി പിടിക്കാതെ, ചിലപ്പോൾ നമ്മളെ കൺസിസ്റ്റൻസിയിലൊക്കെ പാല് കൂടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ കാണാനൊന്നും ഭംഗിയില്ലാണ്ടൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈമേൽ ഒരിത്തിരി എണ്ണ തേച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കിയാൽ നല്ല സോഫ്റ്റ് ബോൾസായി നമുക്ക് കിട്ടും. കണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഓരോ ബോളിനെ എടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കണം. എത്രയും തിന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റുമോ അത്രയും തിന്നായിട്ട് വേണം നമ്മൾ ഓരോ ബോളിനെയും പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ എന്തുമ്മലാണോ പരത്താൻ ഉദ്ദേശിക്കണത് അതുമ്മ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം.
ആവശ്യത്തിന് മതി കേട്ടോ. എല്ലാ ഭാഗത്തും നന്നായിട്ട്, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഏതെങ്കിലും ഭാഗത്ത് എണ്ണ ആവാത്തതുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ എല്ലായിടത്തും നല്ല ക്ലീനായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഓരോ ബോളും നമുക്ക് നല്ല റൗണ്ട് ആക്കാൻ പറ്റുമെങ്കിൽ നല്ല റൗണ്ട് ആക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ആണോ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ നമുക്കിതിനൊന്നും പരത്തിയെടുക്കാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ഭംഗി ഇല്ലാണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കതൊക്കെ ഉള്ളിലോട്ട് പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എത്രയും നൈസായിട്ട് ആക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. കണ്ടോ, ഇത്രയും നൈസാക്കാനേ പറ്റുള്ളൂ. ഇനി ഞാൻ ഇതിന് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ നമ്മളുടെ ഈ ഒരു പലക നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കൂടെ. അത്രയും ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ലാസ്റ്റത്തെ പ്രയോഗം ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും നമ്മൾ ഈ മുർത്തബക്കിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇനിയുള്ളതാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കണ ഈ തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല ഒന്ന് ചൂടാറി ഇങ്ങോട്ട് വരണം. എന്നാലാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യണ പ്രോസസ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ തക്കാളി ജസ്റ്റ് ഒന്ന് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മുട്ട ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇത് വരേണ്ടത്. ഇങ്ങനെ അധികം ഓവർ മുട്ട ആഡ് ചെയ്യണ്ട. അപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സ്മെല്ല് വേറെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നമുക്ക് ഒരു മുട്ടയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഈ ഒരു മസാലയുടെ കൺസിസ്റ്റൻസി വരുന്നത്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പരത്തി വെച്ചേക്കണ ഇതെടുത്തിട്ട് നമ്മളുടെ മസാല കുറച്ച്, നമ്മൾ 6 ബോൾസാണ് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 6 ഡിവിഷൻ ആക്കിയിട്ട് നമ്മളുടെ മസാലേനെ വെച്ചാൽ കുറച്ചും കൂടി ഈസി ഉണ്ടാവും എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ പീസ് പോലെ ഇത്രയും മസാല നമുക്ക് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു മാവ് അതൊക്കെ മടക്കുക. അത് ലെഫ്റ്റിൽ നിന്ന് പിന്നെ റൈറ്റിൽ നിന്ന് മടക്കുക, പിന്നെ അപ്പ് സൈഡിൽ നിന്ന് മടക്കുക, ഡൗൺ സൈഡിൽ നിന്ന് മടക്കുക. ഓക്കെ, നമ്മളിങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൗമ്മൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ, ഓവറായിട്ട് ഓയിൽ ഒഴിക്കരുത്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ഒരു മുർത്തബക്കിനെ നമ്മൾ അതിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. സൂക്ഷിച്ചെടുക്കണം, കാരണം ഉള്ളിൽ നല്ല വെള്ളം പോലെയുള്ള മസാല ആയതുകൊണ്ട് ചിലപ്പോൾ ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല തിന്നായിട്ടല്ലേ നമ്മൾ പരത്തി എടുത്തേക്കണം നമ്മളുടെ ഓരോ ബോളും. അപ്പോൾ നല്ല സൂക്ഷിച്ച് മാത്രം എടുക്കാം. നമ്മൾ ഒരു സൈഡായി കഴിയുമ്പോൾ വേറൊരു സ്പൂൺ കൂടിയും സപ്പോർട്ടിന് എടുത്തിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം.
നമുക്ക് ഓവറായിട്ട് മുരിക്കരുത്. അപ്പോൾ കാണാനുള്ള ഭംഗിയും പോകും, അതുപോലെ തന്നെ ഭയങ്കര മുരിമുരി പോലെ ഇരിക്കും. അപ്പം അത് പാടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ് വന്നാൽ മതി. തൊടുമ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു സൗണ്ട് വരുന്നുണ്ടോ? ഓക്കെ, ഞാനിവിടെ ഓവറായിട്ട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, കണ്ടില്ല, ഒരു ഇത്തിരി എണ്ണയുടെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അപ്പുറ സൈഡൊക്കെ നല്ല കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ 4 ഭാഗങ്ങൾ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ് ചെരിച്ച് പിടിച്ചിട്ട് 4 മൂലകളും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുർത്തബക്ക് റെഡി ആയേക്കാണ്. വാവ്! അപ്പോൾ നമ്മളുടെ മുർത്തബക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളെ റംദാൻ സീരീസിലെ നല്ലൊരു സ്നാക്കുമായിട്ട് നമുക്ക് നാളെ കാണാം. പിന്നെ അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.